Johnny's journey. Johnny went to his uncle's house, riding his bicycle at 15 km per hour and came back at 10 km per hour. What is his average speed for the whole journey? അതായത് ജോണി അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് സൈക്കിളിൽ 15 km/h ആവറേജ് സ്പീഡിലാണ് പോയത്. തിരിച്ചു വന്നതാകട്ടെ 10 km/h ആവറേജ് സ്പീഡിലും. അങ്ങനെയാണെങ്കിൽ എൻ്റർ ജേണിയുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റർ ജേണിയുടെ ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും ആവശ്യമാണ്. പക്ഷേ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് പോയിട്ട് ഒരു വൺ വേ ഡിസ്റ്റൻസ് പോലും തന്നിട്ടില്ല. സോ നമുക്ക് ഈ വൺ വേ ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യാം. ഞാനിവിടെ വൺ വേ ഡിസ്റ്റൻസ് 300 km ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓൺവാർഡ് ട്രിപ്പിൻ്റെ, അതായത് അങ്ങോട്ട് പോകാനുള്ള ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ഓൺവാർഡ് ട്രിപ്പ് 300 km ആണ്. ആവറേജ് സ്പീഡ് ഓഫ് ഓൺവാർഡ് ട്രിപ്പ് 15 km/h ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ഓൺവാർഡ് ട്രിപ്പ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർ ഓൺവാർഡ് ട്രിപ്പ് ബൈ ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ്. ദാറ്റ് ഈസ് 15 is equal to 300 by time for onward trip. ഇതിൽ നിന്നും നമുക്ക് ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ബൈ ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ് ആകും. 15 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ 15 ആകും. ദാറ്റ് ഈസ് ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ് ഈസ് ഈക്വൽ ടു 300 by 15. ദാറ്റ് ഈസ് 20 hours. ഇനി നമുക്ക് റിട്ടേൺ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഇങ്ങോട്ട് വരാനുള്ള ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് റിട്ടേൺ ട്രിപ്പ് 300 km തന്നെയാണ്. കാരണം അങ്ങോട്ട് പോകാനുള്ള ദൂരം തന്നെയാണ് ഇങ്ങോട്ട് വരാനുള്ളത്. ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ട്രിപ്പ് 10 km/h ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ടൈം ഫോർ റിട്ടേൺ ട്രിപ്പ് കാണാം. അതിനു വേണ്ടി നമുക്കറിയാം ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ട്രിപ്പ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർ റിട്ടേൺ ട്രിപ്പ് ബൈ ടൈം ഫോർ റിട്ടേൺ ട്രിപ്പ്. ദാറ്റ് ഈസ് 10 is equal to 300 by time for return trip. ഇതിൽ നിന്ന് നമുക്ക് ടൈം ഫോർ റിട്ടേൺ ട്രിപ്പ് കാണാം. അതിനു വേണ്ടി ബൈ ടൈം ഫോർ റിട്ടേൺ ട്രിപ്പിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ടൈം ഫോർ റിട്ടേൺ ട്രിപ്പ് ആകും. 10നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ 10 ആകും. ദാറ്റ് ഈസ് ടൈം ഫോർ റിട്ടേൺ ട്രിപ്പ് ഈസ് ഈക്വൽ ടു 300 by 10. 0 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 30 hours. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈമും കിട്ടി, ഇങ്ങോട്ട് വരാനുള്ള ടൈമും കിട്ടി. സോ നമുക്ക് എൻ്റർ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡിസ്റ്റൻസ് ഫോർ എൻ്റർ ട്രിപ്പ് ഈസ് ഈക്വൽ ടു 300 + 300. അതായത് അങ്ങോട്ട് പോകാനുള്ള 300ഉം ഇങ്ങോട്ട് വരാനുള്ള 300ഉം. ദാറ്റ് ഈസ് 600 km. ടോട്ടൽ ടൈം ഫോർ എൻ്റർ ട്രിപ്പ് എന്ന് പറയുന്നത് ടൈം ഫോർ ഓൺവാർഡ് ട്രിപ്പ് പ്ലസ് ടൈം ഫോർ റിട്ടേൺ ട്രിപ്പാണ്. അതായത് അങ്ങോട്ട് പോകാനുള്ള സമയവും ഇങ്ങോട്ട് വരാനുള്ള സമയവുമാണ്. ദാറ്റ് ഈസ് 20 + 30, ദാറ്റ് ഈസ് 50 hours. സോ നമുക്ക് എൻ്റർ ട്രിപ്പിൻ്റെ ഡിസ്റ്റൻസ് ടൈമും കിട്ടി. സോ ആവറേജ് സ്പീഡ് ഓഫ് എൻ്റർ ട്രിപ്പ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് എൻ്റർ ട്രിപ്പ് ബൈ ടോട്ടൽ ടൈം ഫോർ എൻ്റർ ട്രിപ്പ്. ദാറ്റ് ഈസ് 600 by 50. 0 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 12 km/h. In seconds, a vehicle travels at an average speed of 72 km/h. How much will it move in 1 second? അതായത് ഒരു വാഹനം 72 km/h ആവറേജ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാഹനം ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വെഹിക്കിളിൻ്റെ ആവറേജ് സ്പീഡ് 72 km/h ആണെന്ന് തന്നിട്ടുണ്ട്. 72 km/h എന്ന് വെച്ചാൽ ഒരു അവറിൽ 72 km ട്രാവൽ ചെയ്യുന്നു എന്നാണ്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾ ഇൻ 1 hour ഈസ് ഈക്വൽ ടു 72 km. നമുക്കറിയാം 1 hour എന്ന് പറയുന്നത് 60 minutes ആണ്. അതേപോലെ 1 kilometer എന്ന് പറയുന്നത് 1000 meter ആണ്. സോ നമുക്ക് 1 hourന് പകരം 60 minutesഉം 1 kilometerന് പകരം 1000 meterഉം എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 60 minutes ഈസ് ഈക്വൽ ടു 72 × 1000 meters. ഇപ്പോൾ 60 minutesൽ വെഹിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇതിൽ നിന്നും 1 minute വെഹിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ 60യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബൈ 60 ആകും. ഇവിടെ 1 minute ആവും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 1 minute ഈസ് ഈക്വൽ ടു 72 × 1000 by 60 meters.
നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. സോ നമുക്ക് 1 മിനിറ്റിന് പകരം 60 സെക്കൻഡ്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 60 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 72 × 1000 ബൈ 60 മീറ്റേഴ്സ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് ഈ 60യെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ബൈ 60 ആകും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 72 × 1000 ബൈ 60 × 60 മീറ്റർ. ന്യൂമറേറ്ററിലുള്ള 2 സീറോസും ഡിനോമിനേറ്ററിലെ 2 സീറോസും കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 720 by 36 meters, that is 20 meters. ഇപ്പോൾ നമുക്ക് 1 സെക്കൻഡിൽ വെഹിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. ദാറ്റ് ഈസ് 20 മീറ്റർ. അതായത് ഈ വെഹിക്കിൾ 1 സെക്കൻഡിൽ 20 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിൻ്റെ ആവറേജ് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയാം. കാരണം 1 സെക്കൻഡിൽ ഇത് 20 മീറ്ററാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 72 കിലോമീറ്റർ പെർ അവർ എന്നും പറയാം. കാരണം 1 അവറിൽ ഇത് 72 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ദ സ്പീഡ് പെർ അവർ ഓഫ് എ വെഹിക്കിൾ ഡൂയിങ് 15 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്ന ഒരു വെഹിക്കിളിൻ്റെ ആവറേജ് സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 1 സെക്കൻഡിൽ ഇത് 15 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ. പെർ ഹവറിലുള്ള സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ 1 അവറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നറിയണം. പക്ഷെ നമുക്കിപ്പോൾ അറിയുന്നത് 1 സെക്കൻഡിൽ 50 മീറ്റർ ട്രാവൽ ചെയ്തു എന്നാണ്. സോ നമുക്കിത് 1 അവറിൽ എത്ര ട്രാവൽ ചെയ്യുമെന്ന് നോക്കാം. 1 സെക്കൻഡിൽ 50 മീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡിൽ 60 × 15 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 60 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 15 × 60 മീറ്റർ. നമുക്കറിയാം 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. സോ നമുക്ക് ഈ 60 സെക്കൻഡിന് പകരം 1 മിനിറ്റ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ in 1 minute is equal to 15 × 60 meter. 1 മിനിറ്റിൽ ഇത് 15 × 60 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ്സിൽ 50 × 60 × 60 മീറ്റർ ട്രാവൽ ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 15 × 60 × 60 മീറ്റർ. നമുക്കറിയാം 60 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 1 അവറാണ്. സോ നമുക്കിവിടെ 60 മിനിറ്റ്സിന് പകരം 1 അവർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വെഹിക്കിൾ ഇൻ 1 അവർ ഈസ് ഈക്വൽ ടു 15 × 60 × 60 മീറ്റർ. ദാറ്റ് ഈസ് 54,000 മീറ്റർ. 54,000നെ നമുക്ക് 54 × 1000 എന്നെഴുതാം. ദാറ്റ് ഈസ് 54 × 1000 മീറ്റർ. നമുക്കറിയാം 1000 മീറ്റർ എന്ന് വെച്ചാൽ 1 കിലോമീറ്ററാണ്. സോ 1000 മീറ്ററിന് പകരം നമുക്ക് 1 കിലോമീറ്റർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 54 × 1 കിലോമീറ്റർ. ദാറ്റ് ഈസ് 54 കിലോമീറ്റർ. സോ നമുക്ക് 1 അവറിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. ദാറ്റ് ഈസ് 54 കിലോമീറ്റർ ആണ്. സോ ആവറേജ് സ്പീഡ് ഈസ് 54 കിലോമീറ്റർ പെർ ഹവർ.